നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ഡ്രൈവർമാരെ ബോധവൽക്കരിച്ച് ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റി. ചെവൂർ 5-ാം കല്ല് ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ നാസറിനെയാണ് റിമാൻഡ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെയായിരുന്നു പ്രതിഷേധം. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചത്. ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പിള്ളിശ്ശേരി സെന്ററിലായിരുന്നു ഉപരോധ സമരം. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകളായി ബസ്സുകൾ അമിത വേഗവും അവരുടെ അശ്രദ്ധയും മൂലം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം. ഇവരുടെ ഈ അമിതവേഗവും അശ്രദ്ധയും ഗുണ്ടാവിളയാട്ടവും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം സംഘടിപ്പിച്ചത്. വളരെ സമാധാനപരമായി നമ്മൾ സമരം സംഘടിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഈ പെരുമാറ്റം നമ്മൾ തീർച്ചയായും വളരെ പ്രത്യേകമാണെന്ന് ഈ നാളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പെരുമാറ്റമാണെങ്കിൽ തീർച്ചയായും ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ കാണിക്കുന്ന ചുക്കാന്തി ഇന്ന് റൂട്ടിലോടുന്ന ബസ്സുകളുടെ ഗുണ്ടാവിളയാട്ടത്തിനെല്ലാം കാണിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് ജീവനുകൾ കഴിയുന്ന ഈ വിധിവിശേഷം നമുക്ക് ആഗ്രഹിക്കാനായി സാധിക്കും. ഈ പ്രതിഷേധ സമരത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ അഭിവാദിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജോർജ് ആൻഡോ, ബാലു കനാൽ, മജീദ് മുത്തുള്ളിയാൽ, P സന്ദീപ്, PH ഉമ്മർ, KR പിയൂസ്, PS ഫൈസൽ, VA സലീം, കുട്ടികൃഷ്ണൻ, CN വേണുഗോപാൽ, അഭിഷേക് ആറ്റുപുറത്ത്, KC ബിജോയ്, MK ബൈജു, ദിൽഷാദ്, ഹരീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ഡ്രൈവർമാരെ ബോധവൽക്കരിച്ച് ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റി. ഡ്രൈവർമാരുടെ അമിത വേഗതയ്ക്കും അശ്രദ്ധയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരുമ്പിള്ളിശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവർമാരെ ബസ് തടഞ്ഞ് ബോധവൽക്കരണവും നൽകി.
CPM ചേർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. DYFI ചേർപ്പ് മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറിൻ ജോസ്, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സജീർ, ജോഷുവ, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ജിതിൻ ദാസൻ, CD അജിൽ, അഭിഷേക്, അനുരാഗ്, രോഹിത്, മനു എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ചൊവ്വൂർ 5-ാം കല്ലിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ കൂടിയായിരുന്നു പ്രതിഷേധം. ചെവൂർ 5-ാം കല്ല് ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ നാസറിനെയാണ് റിമാൻഡ് ചെയ്തത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വൂരിൽ 5-ാം കല്ല് പഞ്ചിംഗ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന 3 സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവർ മാള പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസർ എന്നയാളെയും സംഭവത്തിൽ ഉൾപ്പെട്ട ബസ്സും ചേർപ്പ് പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു. അപകടത്തിൽ ചൊവ്വൂർ സ്വദേശി 61 വയസ്സുള്ള പ്രേമാവതി, ഇവരുടെ മകൾ 36 വയസ്സുള്ള സയന, ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി 30 വയസ്സുള്ള സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റിരുന്നത്. 5-ാം കല്ല് ബസ് സ്റ്റോപ്പിൽ അപകടത്തിൽപ്പെട്ട ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടായിട്ട് പോലും ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകൾ ബസ്സിലേക്ക് കയറാൻ നിൽക്കുന്നത് കണ്ടിട്ടും ബസ് സ്ലോ ആക്കാൻ ഡ്രൈവർ ശ്രമിച്ചില്ല എന്നാണ് ആരോപണം. ബസ് കാത്തു നിൽക്കുകയായിരുന്നവർ ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും ഇവരെയും ഇടിച്ചു തെറിപ്പിച്ച സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും ബസ് സ്റ്റോപ്പിലും ഇടിച്ചാണ് ബസ് നിന്നത്. പരിക്കേറ്റവർ ഓടിമാറിയില്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ബസ് ഡ്രൈവർക്കെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരുത്തുന്ന തരത്തിൽ വാഹനം ഓടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചതിനും വധശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാസർ മാള പോലീസ് സ്റ്റേഷനിൽ 2010 അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ കേസിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2019 അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് മരണം സംഭവിക്കാനിടയായ കേസിലെയും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ C. രമേശ്, സബ് ഇൻസ്പെക്ടർ TN പ്രദീപൻ, ASI PN ഷീജ, CPO അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ദുരിതം ബാധിച്ച കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പിൽ കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചു. കുടുംബങ്ങൾക്ക് മാനസിക സന്തോഷം പകരുക എന്ന ലക്ഷ്യത്തോടെ സെന്റ് ആന്റണീസ് സൗണ്ട് ഉടമ സൈമണിന്റെ നേതൃത്വത്തിലായിരുന്നു ഗാനമേള. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ഗാനമേള സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർക്കും സെന്റ് ആന്റണീസ് സൗണ്ട് ടീമിനും പഞ്ചായത്ത് ഭരണസമിതി ആദരം അറിയിച്ചു. മംഗളം പാലയായി നീ ഇതൾ വീരിച്ചു. മംഗളയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സൗജന്യ പരിശീലന കേന്ദ്രമായ വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സുംബ ഡാൻസ് പരിശീലനം ആരംഭിച്ചു. സ്ത്രീകളിലും പെൺകുട്ടികളിലും വർദ്ധിച്ചുവരുന്ന അമിതവണ്ണം കുറച്ച് ആരോഗ്യകരമായ ശരീരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സുംബ പരിശീലനം ആരംഭിച്ചതെന്ന് പ്രവർത്തകർ അറിയിച്ചു. പാർക്കിൻസോണിസം ബാധിച്ച ഗൃഹനാഥനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആറാട്ടുപുഴ കടലാശ്ശേരി വടക്കൂട്ട് 57 വയസ്സുള്ള ദാസനാണ് ചികിത്സാ സഹായം തേടുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന് തലച്ചോറിൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇതിനായി 17,50,000 രൂപ ആവശ്യമാണ്.
ഓട്ടോ ഡ്രൈവറായിരുന്ന ദാസന് രോഗബാധിതനായതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അവിവാഹിതരായ 2 സഹോദരിമാരും ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കടലാശ്ശേരിയിലെ വടക്കൂട്ട് ദാസൻ 2021 മുതൽ പാർക്കിൻസൺ രോഗബാധ തുടർന്ന് വളരെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ശ്രീ ദാസൻ. വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബം മുന്നോട്ട് നീക്കിയിരുന്നത്. അതായത് അവിവാഹിതരായിട്ടുള്ള 2 സഹോദരിമാർ അടങ്ങുന്ന 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. 2 കുട്ടികൾ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 2 സഹോദരിമാർ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരാണ്. ഭാര്യ ചെറിയൊരു ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ കുടുംബം പുലർത്തി പോരുന്നത്. 2021 മുതൽ പാർക്കിൻസൺ രോഗം ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഡോക്ടർമാർ നിശ്ചയിച്ചത് ശ്രീ ചിത്ര മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഒരു ഓപ്പറേഷനാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറയുന്നത്. ഏകദേശം 18 ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷനാണ്. ഭാരിച്ച ചിലവാണ് ഡോക്ടർമാർ പറയുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് ചികിത്സാ സഹായനിധി വടക്കൂട്ട് ദാസൻ എൻ്റെ പേരിലുള്ള ഒരു ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ സംഘാടക സമിതി ചേരുകയും ചികിത്സാ നിധിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നത്. കടയിൽ ജോലിക്ക് പോകുന്ന ഭാര്യയുടെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് ചെയർമാനും പഞ്ചായത്ത് അംഗം T. ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. T. സജീവൻ ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹത്തിന് ഈ പാർക്കിൻസൺ രോഗം പിടിപെട്ടിട്ടുള്ളത്. അന്നു മുതൽ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായി. ആ ചികിത്സ നടത്തി തുടർന്ന് ചികിത്സ കൂടുതലായതിന് ശേഷം ശ്രീചിത്ര തിരുവനന്തപുരത്ത് ചികിത്സയിലേക്ക് പോയി. അതിനുശേഷം ആണ് ഈ ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓപ്പറേഷൻ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഈ കുടുംബത്തിന് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. 2 വിദ്യാർത്ഥികളും 2 സഹോദരിമാർ വികലാംഗരായ 2 സഹോദരിമാരാണ് ഈ കുടുംബത്തിലുള്ളത്. വളരെ ചെറിയ ഉപജീവനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ദാസൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ആണ് ഈ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓട്ടോറിക്ഷയും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ദാസന്റെ ജീവൻ നിലനിർത്താൻ സഹായങ്ങൾ അയക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 4391814875 എന്നതാണ് അക്കൗണ്ട് നമ്പർ. IFSC കോഡ് SBIN 000684. പത്മശ്രീ ഭാരത് മോഹൻലാൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിനു ശേഷം പുലർച്ചെ 4 മണിയോടെയാണ് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം മാനേജർ മനോജ് നായർ ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, അമ്പും വില്ലും, വെടിവഴിപാട്, അവിൽ നേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ യോഗ ദിനാചരണവും യോഗ ഹാൾ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാ രമേശ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് GAD SMO ഡോക്ടർ മുഹസ് K. കരീം വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ EV ഉണ്ണികൃഷ്ണൻ, KB പ്രജിത്ത, അൽഫോൺസ പോൾസൺ, ധന്യ സുനിൽ, പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ, GAD ഫാർമസിസ്റ്റ് CG അർഷ, പഞ്ചായത്ത് സെക്രട്ടറി AV മുന്താസ് എന്നിവർ സംസാരിച്ചു.
തിരുവുള്ളക്കാവിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ചേർപ്പ് രോഹിണി ഹോസ്പിറ്റൽ ചീഫ് ഡോക്ടർ UG സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സോമയാജിപ്പാട് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യൻ P. നാരായണ മേനോൻ, ദേവസ്വം സെക്രട്ടറി A. കുമാരൻ, കൺവീനർ PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. യോഗ പഠിതാക്കൾ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി G. ശങ്കരപ്പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. അധ്യാപിക ശ്രീകല അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, വായനശാല അംഗങ്ങളായ സജീവൻ മുളങ്ങിൽ, അക്ഷയ് ശങ്കർ, സുനിൽ കുമാർ, ബാലവേദി പ്രസിഡന്റ് ജുവൽ മേരി എന്നിവർ സംസാരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും മാവ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. തൃശൂർ തൃപ്രയാർ പാതയിൽ ഹെർബർട്ട് കനാൽ പെട്രോൾ പമ്പിനു സമീപമാണ് ഞായറാഴ്ച രാത്രി മാവ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണത്. ബസ് കടന്നുപോയി നിമിഷങ്ങൾക്കകമാണ് മരം ഒടിഞ്ഞു വീണത്. അതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്. അതുവരെ ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ഡ്രൈവർമാരെ ബോധവൽക്കരിച്ച് DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റി. ചെവൂർ 5-ാം കല്ല് ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ നാസറിനെയാണ് റിമാൻഡ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.